नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 16-ാമത്തെ അധ്യായം ദേവാസുര ഭാവഹനം എന്നുള്ള അധ്യായത്തില് 9-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ആദ്യം ദൈവിക സ്വഭാവങ്ങളെ കുറിച്ചും പിന്നീട് ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ചും പറഞ്ഞു. ആസുരിക സ്വഭാവത്തെ കുറിച്ച് 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരേ. ഞാൻ ഈ ശരീരം തന്നെയാണെന്ന് വിചാരിച്ച് ആ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ഒഴുകിയിട്ടുള്ള വ്യക്തികളാണ് ആസുരിക സ്വഭാവികൾ. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ശരീരബോധത്തിൽ ജീവിക്കുന്നവരാണ് അസുര സ്വഭാവമുള്ളവർ. അജ്ഞാനം ജാതിജാതസ്യ പാർത്ഥ സമ്പദം ആസുരേ. അവർ പൂർണ്ണമായിട്ടും അജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ വ്യക്തിത്വം, അവരുടെ അസ്തിത്വം എന്താണെന്ന് ശരിക്കും അറിയുന്നില്ല. ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചോ തന്നെ കുറിച്ചോ താനും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചോ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ശരീരമാണ്, ഈ ശരീരത്തിനെ എങ്ങനെയെങ്കിലും നിലനിർത്തണം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ആസുരികമായിട്ടുള്ള ജീവിതം എന്ന് പറയും. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഈ ലോകത്തിൽ കലിയുഗത്തിൽ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ആസുരികമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. ദൈവിക സ്വഭാവം വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവിക സ്വഭാവം 26 സ്വഭാവങ്ങൾ ഭഗവാൻ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തി അപൈക്ഷണം ദയാഭൂതേശ്വരോലുപ്തം മാർദ്ദവം ഹ്രീ അചാപനം തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോനാദിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. 2 സ്വഭാവങ്ങളെ ഭഗവാൻ ചുരുക്കി പറഞ്ഞു. അതിൽ ദൈവിക സ്വഭാവമാണ് നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവിക സ്വഭാവമാണ്. അർജുനന് ദൈവിക സ്വഭാവമാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബദ്ധായ അസുരീമത. ദൈവീ സമ്പത്താണ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ദൈവിക ഗുണങ്ങളുള്ളവരാണ് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നത്, അവർക്കാണ് മോക്ഷം ലഭിക്കുന്നത്. അസുരിക സ്വഭാവമുള്ളവർക്കോ നിബദ്ധായ അസുരീമത. അസുരിക സ്വഭാവമുള്ളവർ കൂടുതൽ ഈ ഭൗതിക ലോകത്തിലെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ വീണ്ടും കുടുങ്ങി പോവുകയാണ്. നിബദ്ധായ അസുരീമത. മാശുച സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവം. അർജുന, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ദൈവിക സ്വഭാവം തന്നെയാണുള്ളത്. ഭഗവാന്റെ ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ദൈവിക സ്വഭാവം ഉണ്ടാകും. ഭഗവാനോട് അടുക്കും തോറും ഭഗവാന്റെ സ്വഭാവങ്ങളൊക്കെ ഒരു ഭക്തനിൽ സ്വാഭാവികമായിട്ടും എത്തിച്ചേരും.
അതുകൊണ്ട് അർജുനൻ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒന്നുകിൽ ആസുരിക പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവിക പ്രകൃതിയോ ഉള്ള വ്യക്തികളായിരിക്കും. കലിയുഗത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ആസുരിക സ്വഭാവം ദൈവിക സ്വഭാവം കാണാൻ സാധിക്കും. ഒരു സമയത്ത് ചിലപ്പോൾ ഒരു വ്യക്തി ആസുരിക സ്വഭാവം പ്രകടിപ്പിക്കും. അതേ വ്യക്തി തന്നെ കുറച്ചു കഴിഞ്ഞാൽ ദൈവിക സ്വഭാവത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഒരു വ്യക്തി തന്നെ രണ്ട് സ്വഭാവം നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ ആസുരിക സ്വഭാവത്തെ വിശദീകരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസുരിക സ്വഭാവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആസുരിക സ്വഭാവത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞു. ദൈവവും വിസ്തരിച്ച പ്രോക്ത ആസുരം പാർത്ഥമേ ശ്രുതം. ദൈവിക സ്വഭാവം വിശദമായിട്ട് പറഞ്ഞു, 26 സ്വഭാവങ്ങൾ പറഞ്ഞു. അതേപോലെ ആസുരിക സ്വഭാവം വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഓരോന്നായിട്ട് ഓരോ ആസുരിക സ്വഭാവത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ടായിരുന്നു. 7ാമത്തെ ശ്ലോകം മുതൽ പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിതുരാസുരാഹ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. അസുരന്മാരുടെ പ്രധാന ഒരു കഴിവുകേട് എന്താണ്? അവർക്ക് എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം എന്താണ്? അവർ വേദങ്ങളെ അംഗീകരിക്കുന്നില്ല, വേദങ്ങൾ പഠിക്കാൻ അവർ തയ്യാറല്ല. വേദങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ വിശദമായിട്ട് പറയുന്നു. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെ വികർമ്മമായിട്ട് വേദങ്ങളിൽ പറയുന്നു. വികർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പാപകർമ്മങ്ങളാണ്, നമ്മളെ കൂടുതൽ താഴോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് വികർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ. കർമ്മം ചെയ്യാം, ഈ ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം. ആ വേദങ്ങളിൽ കർമ്മങ്ങൾ, അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് അസുരന്മാർക്ക് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ അതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രവൃത്തിയും നിവൃത്തിയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് ഭഗവാൻ പറയുന്നത്. പ്രവൃത്തിം ച നിവൃത്തിം ച ജന ന വിധിരാസുര. അസുരന്മാർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പുണ്യം, എന്താണ് പാപം, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, പുണ്യം പാപം അതൊന്നുമില്ല. പക്ഷെ ദൈവിക സ്വഭാവമുള്ള വ്യക്തികൾ എപ്പോഴും ഇത് പുണ്യമാണോ, ഇത് നല്ലതാണോ, ഇത് നന്മയാണോ, അല്ലെങ്കിൽ ഇത് ദോഷമാണോ, ഇത് പാപമാണോ എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവിക സ്വഭാവമുള്ളവർ അത് ചിന്തിച്ചതിന് ശേഷമാണ് അവർ പ്രവർത്തിക്കുന്നത്. അർജുനൻ തന്നെ വലിയൊരു ഉദാഹരണമാണ്. ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ ഇത് ചിന്തിക്കുക മാത്രമല്ല ഭഗവാനോട് പറയുകയും ചെയ്തു, അല്ലെ, എനിക്ക് ഈ ഗുരുജനങ്ങളെ ഒന്നും കൊല്ലാൻ സാധിക്കില്ല, അത് പാപമാണ്, ഇത് വലിയ പാപമാണ്, അപോപത മഹത്പാപം കർത്തും വിവസിതാവയം. നമ്മൾ വലിയ പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെ. ഗുരുക്കന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാപമാണ്. ഗുരുക്കന്മാരെ പൂജിക്കുകയാണ് വേണ്ടത്. അപ്പൊ അർജുനന്റെ പ്രവൃത്തിയും നിവൃത്തിയും വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുക്കന്മാരെ പൂജിക്കുകയാണ് വേണ്ടത്, അവരെ വധിക്കുകയല്ല വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് അർജുനും. അതുകൊണ്ട് ഗുരുക്കന്മാരെ വധിക്കുന്നത് പാപമാണ്. ഇങ്ങനെ പുണ്യവും പാപവും തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ദൈവിക സ്വഭാവമാണ്. ആസുരിക സ്വഭാവത്തിൽ അങ്ങനെ അവർ ചിന്തിക്കുന്നതേ ഇല്ല. ദുര്യോധനൻ അതേപടി യുദ്ധരംഗത്തുണ്ടായിരുന്നു. ദുര്യോധനം യുദ്ധഭൂമിയിൽ വന്ന യുദ്ധത്തെ സൈന്യം നിരീക്ഷണം നടത്തി. ദുര്യോധനൻ എന്താണ് ചിന്തിച്ചത്? ദുര്യോധനൻ ചിന്തിച്ചത് നമ്മുടെ സൈന്യം എത്ര വലുതാണ്, നമ്മൾ വിജയിക്കുമോ, ഇത് മാത്രമാണ് ദുര്യോധനൻ ചിന്തിച്ചത്, അല്ലെ. അപര്യാപ്തം തസ്മാകം വനം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ഇതമേദേശാം വനം ഭീമാഭിരക്ഷിതം. ഭീമന്റെ സൈന്യം വളരെ ചെറുതാണ്, നമ്മുടെ സൈന്യം വളരെ വിശാലമാണ്.
അതുകൊണ്ട് നമ്മൾ തന്നെ ജയിക്കും. ഭീഷ്മർക്ക് സംരക്ഷണം കൊടുത്താൽ മാത്രം മതി. അല്ല, ഭീഷ്മമേവാഭിരക്ഷന്തു ഫലന്ത സർവയേവഹി. ഭീഷ്മരെ സംരക്ഷിച്ചാൽ മതി. അപ്പോൾ ഇവിടെ യുദ്ധത്തിന് വന്നിട്ടുള്ളത് ബന്ധുക്കളാണെന്നോ അല്ലെങ്കിൽ പിതൃതുല്യരാണെന്നോ സുഹൃത്തുക്കളാണെന്നോ അങ്ങനെയൊന്നും ദുര്യോധനൻ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിജയിക്കണം, എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലേ, അത്രമാത്രമാണ് ദുര്യോധനൻ പരിഗണിച്ചത്. ദുര്യോധനന്റെ ആസുരിക സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അർജുനന്റെ ദൈവിക സ്വഭാവം, അർജുനന്റെ ദൈവിക സ്വഭാവമാണുള്ളതെന്ന് ഭഗവാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അർജുനന്റെ ദൈവിക സ്വഭാവം നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച ജനാന വിദുരാസുര. പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാതെയാണ് എല്ലാ പ്രവൃത്തിയും അവർ ചെയ്യുന്നത്. അവർക്ക് എന്തിനാണ് മുൻഗണന അവർ നൽകുന്നത്? എന്റെ ആഗ്രഹം അതാണ്, എന്റെ ആഗ്രഹം നടക്കണം, അത് മാത്രമേ. ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ നടക്കണം. അത് മറ്റുള്ളവർക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ദോഷമാണോ നല്ലതാണോ എന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രവൃത്തിച്ച നിവൃത്തിച്ച ജനാന വിദുരാസുരാണ്. ന ശൗചം ന വിചാചാരോ ന സത്യം ദേശു വിദ്യത. അവർക്ക് ശുചിത്വമില്ല, ശാരീരികമായിട്ടുള്ള ശുചിത്വമില്ല, മാനസികമായിട്ടുള്ള ശുചിത്വമില്ല. അവർ ആചാരങ്ങൾ പാലിക്കാനും തയ്യാറാണ്. മനുഷ്യ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് ആചാരങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. മറ്റുള്ളവരോട് പെരുമാറുന്നതിനുള്ള രീതികളുണ്ട്. എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് ചില നിയമങ്ങളും നിഷ്ഠകളും ആചാരങ്ങളും. എന്നാൽ മൃഗങ്ങളെ പോലെ ജീവിക്കാനാണ് ആസുരിക സ്വഭാവികൾക്ക് ഇഷ്ടം. ഒരു നിയമവും വേണ്ട. എന്തിനാണ് നിയമങ്ങൾ? നിയമങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കണം. നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കും. നാഭിചാചാരോ ന സത്യം ദേശു വിദ്യതേ. അവർക്ക് സത്യസന്ധതയും ഇല്ല എന്ന് പറയും. സത്യസന്ധതയും പാലിക്കുന്നില്ല. ഏത് കള്ളത്തരത്തിലൂടെയും സ്വന്തം ആഗ്രഹം നിറവേറ്റണം അത്ര മാത്രമേ അവര് ചിന്തിക്കുന്നു. വളരെ വളരെ യാതൊരു മനസ്താപവും ഇല്ലാതെ കള്ളം പറയാൻ അവർക്ക് സാധിക്കും. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിൽ അവർക്ക് യാതൊരു മനസ്താപവും ഇല്ല. ദൈവിക സ്വഭാവമുള്ള ഒരാൾക്ക് മറ്റൊരാളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ മനസ്താപം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, സത്യം പറഞ്ഞുപോയി, എന്താണ് ചെയ്യാം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും അവനവനെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വലിയ മനസ്താപം ഉണ്ടാവും. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കും. പക്ഷെ അസുരിക സ്വഭാവികൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർക്കൊരു മനസ്താപവുമില്ല. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിക്കും. അതാണ് ആസുരികമായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത്. അസത്യം അപ്രതിഷ്ഠം. എട്ടാമത്തെ ശ്ലോകത്തിൽ അവരുടെ ഒരു ഫിലോസഫി പറയുന്നുണ്ട്. എന്താണ് അവരുടെ പോളിസി, എന്താണ് അവരുടെ ഫിലോസഫി? അവർക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്? ഏത് ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്? എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അസത്യം അപ്രതിഷ്ഠം തേ ജഗദാനു അനീശ്വരം അപരസ്പര സംബോധം കിമന്യ കാമഹൈതുകം. ഈ ലോകത്തിന് പ്രത്യേകിച്ച് അങ്ങനെ നിയമമൊന്നുമില്ല. ലോകത്തിന് പ്രത്യേകിച്ച് നിയമമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിയമമൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാനു അനീശ്വരം. ഈ ലോകത്തിനെ സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട് എന്നൊക്കെ പറയുന്നത് അസത്യമാണ്. അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു തട്ടിപ്പാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈശ്വരനില്ല. ഈ ലോകം പട്ടുമുതലേ ഉണ്ടായിരുന്നു. ഈ ലോകം എല്ലാ കാലത്തും ഉണ്ട്. യാദൃച്ഛികമായി അങ്ങനെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ലോകം ഉണ്ടായി. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഈ ജീവിതം സുഖമായിട്ട് ജീവിക്കുക. അപരസ്പര സംബോധം കിമന്യത് കാമഹൈതുകം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് സുഖമായിട്ട് ജീവിക്കുക.
ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, അതങ്ങനെ നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കുക. ഇതാണ് അവരുടെ പോളിസി, അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്. അസത്യം അപ്രതിഷ്ഠത്തെ ജഗതാവ് അനീശ്വരം അപരസ്പര സംഭൂതം ഹിമന്യ കാമഹേതുകൾ. ലോകത്തില് ഭൂരിപക്ഷം ആളുകളും ഈ ഒരു ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അല്ലെ, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല. വെറുതെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതം പാഴാക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള കാലം നല്ല രീതിയിൽ ജീവിക്കും, അത്ര. അതാണ് ഫിലോസഫി, അതാണ് അസുരികമായിട്ടുള്ള ഫിലോസഫി. ഏതാം ദൃഷ്ടിമഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ പ്രഭവത്തി ഉഗ്രകർമാണ് ക്ഷയായ ജഗതോ അഹിത. ഈ ഫിലോസഫി വെച്ചിട്ട്, ഈ ചിന്താഗതി വെച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ എന്തായിരിക്കും? അവർക്കും ഈ ലോകത്തിനും നാശം വരുത്തുന്ന പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. ജഗതോ അഹിത, മറ്റുള്ളവർക്ക് അഹിതമായിട്ടുള്ള കർമ്മം ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവും ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനും ലോകത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനും അവർക്ക് യാതൊരു പ്രശ്നമില്ല. നഷ്ടാത്മാനോ അല്പബുദ്ധി, കാരണം അവരുടെ ബുദ്ധി പൂർണ്ണമായിട്ടും നശിച്ചുപോയിട്ടുണ്ട്. അവരുടെ അന്യ ബുദ്ധി നശിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു, 9ാമത്തെ ശ്ലോകം വരെ. ഇന്ന് നമ്മൾ വായിക്കുന്നത് 10ാമത്തെ ശ്ലോകമാണ്. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിതാഃ മോഹാത് ഗൃഹീത്വാ അസത്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചിവ്രതാഃ. ആസുരിക പ്രവൃത്തികളാണ് ഇവിടെ പറയുന്നത്, അസുരന്മാരുടെ പ്രവൃത്തികൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതുവരെ അവരുടെ ഫിലോസഫി, അവരുടെ ചിന്താഗതി ഒക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമതാന്വിത മോഹാത് ഗൃഹീത്വാ അസത്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചീകൃതാണ്. എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ശിലപ്രഭാതത്തിന്റെ വിവർത്തനത്തിലും പ്രവർത്തനത്തിലും വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ദിവ്യമാതാജി വായിച്ചു. കാമാമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദ്വാന്വിത മോഹാത് ഗൃഹീതാസാത് ഗൃഹാൻ പ്രവർത്തന്തേ അശുചിവ്രതാഃ. അടക്കാനാവാത്ത കാമം പൂണ്ടും ദമ്പം, ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ അസുരഭാവികൾ ക്ഷണികമായതിൽ ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ഭാവാർത്ഥം: അസുര മനോഭാവത്തെ ഇതിൽ വിവരിക്കുന്നു. എപ്പോഴും അസംതൃപ്തമാണ് അവരുടെ കാമം. ഒരിക്കലും തൃപ്തി വരുത്താനാവാതെ സുഖഭോഗാസക്തി വളർന്നുകൊണ്ടേയിരിക്കും. ഈ നേട്ടങ്ങൾ നശ്വരങ്ങളാണെന്നത് കൊണ്ട് അവയെക്കുറിച്ചുള്ള ആകുലതയും ഒപ്പം വളർന്നു വരുന്നുണ്ടെങ്കിലും മായാമോഹിതരായി അവയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം തുടരുന്നു. അജ്ഞാനികളായ അവർക്ക് അറിഞ്ഞുകൂടാ തെറ്റായ വഴിക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. നശ്വരങ്ങളായവയെ സ്വീകരിച്ച് അസുരഭാവികൾ തങ്ങളുടേതായ ഈശ്വരനെ സൃഷ്ടിക്കുന്നു. സ്വയം കീർത്തനങ്ങൾ ഉണ്ടാക്കി വാഴ്ത്തുന്നു. അവർ ലൈംഗികാസ്വാദനത്തിലേക്കും ധനസമ്പാദനത്തിലേക്കും അധികം ആകൃഷ്ടനായി തീരുന്നു എന്നതാണ് അതിന്റെ ഫലം. അശുചിവ്രതാഃ, മലിനമായ ശീലങ്ങൾ എന്ന പ്രയോഗം വിശേഷ ശ്രദ്ധേയമാണ്. മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം എന്നിവ മാത്രമാണ് അസുര പ്രകൃതക്കാരെ ആകർഷിക്കുന്നത്. ഇതാണ് അവരുടെ അശുദ്ധി. മലിനമായ ശീലങ്ങൾ, മിഥ്യ അഹങ്കാര പ്രേരിതമായി അവർ വേദസമ്മതങ്ങളില്ലാതെ ചില മതസിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ഇക്കൂട്ടർ കേവല നിന്ദയെ അർഹിക്കുന്നുണ്ട്. എങ്കിലും ലോകം ചില കൃത്രിമോപായങ്ങൾ കൊണ്ട് അവർക്ക് പൊള്ളയായ ഒരു ബഹുമതി സൃഷ്ടിച്ചു കൊടുക്കുന്നു. നരകത്തിലേക്ക് വഴുതി ഇറങ്ങുമ്പോഴും തങ്ങൾ ശരിക്കും മുന്നേറുകയാണെന്ന് അവർ കരുതുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ദിവ്യമാതാജി. ഹരേ കൃഷ്ണ.
യെസ്, അവരുടെ ഒരു പ്രവർത്തന പദ്ധതിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കാമമാശ്രിത്യ ദുഷ്പൂരം. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാമത്തെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അസുരന്മാരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷെ ആ കാമം എന്താണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. കാമമാശ്രിത്യ ദുഷ്പൂരം. കാമം ഒരിക്കലും തൃപ്തമാകുന്നതല്ല, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖപൂർത്തി ഒരിക്കലും തൃപ്തമാകുന്നതല്ല. ദുഷ്പൂരം, ഒരിക്കലും തൃപ്തമാകാത്തതാണ് എന്ന് പറയുന്നു. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്നും അർത്ഥമുണ്ട്, ലൈംഗികമായിട്ടുള്ള ആഗ്രഹം എന്നും അർത്ഥമുണ്ട്. ഇതൊരിക്കലും തൃപ്തിയാകുന്നില്ല. തൃപ്തിയാകാം മനസ്സിനൊരു കാലം എന്ന് നമ്മൾ പൂന്താനം നമുക്ക് പറഞ്ഞു തന്നെ. അല്ലെ, ജ്ഞാനപ്പാനയിലും ഇതേ കാര്യങ്ങൾ പൂന്താനം പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു പ്രവർത്തനത്തെ അശുചിവ്രതം. അശുചിവ്രതം, അശുചിയായിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പൂന്താനം ഇതേപോലെ തന്നെ പറയുന്നു. വൃത്തിയും കെട്ടും, വൃത്തിയും കെട്ടും ദൂർധരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അവരുടെ ജീവിതം വൃത്തികെട്ടതാണ്. തനി മലയാളത്തിൽ പൂന്താനം വൃത്തികെട്ടതാണെന്ന് പറഞ്ഞു. ഭഗവാൻ ഇവിടെ പറയുന്നു അശുചിവ്രത. ഭഗവാൻ സംസ്കൃതത്തിൽ അശുചിവ്രത എന്ന് പൂന്താനം മലയാളത്തിൽ എന്താണ് പറഞ്ഞത്? വൃത്തിയും കെട്ടു നടക്കുന്നു. വൃത്തിയും കെട്ടു ദൂർധരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ അശുചിവ്രത എന്ന ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം, ഇതാണ് അശുചിവ്രതം. ഈ ആസുരിക സ്വഭാവത്തിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മദ്യപാനം, അല്ലെ? മദ്യപാനം ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കുന്നില്ലേ, അല്ലെ? എന്തിനും മദ്യപാനം. സുഖമാണെങ്കിലും മദ്യപാനം, സന്തോഷമാണെങ്കിലും മദ്യപാനം, ദുഃഖമാണെങ്കിലും മദ്യപാനം. ഗുരുജി ശ്ലോകം ഒന്ന് പറഞ്ഞുതരൂ ഗുരുജി? ഏതാണ് അധ്യായം? അധ്യായം 16, ശ്ലോകം 10. അപ്പോൾ എന്താണ് അശുചിവ്രത എന്ന ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. 4 കാര്യങ്ങളാണ് അശുചിവ്രത. അതിൽ ആസുരിക പ്രകൃതിക്കാർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് മദ്യപാനം, അല്ലെ? സമൂഹത്തിനും ശരീരത്തിനും കുടുംബത്തിനും ഒക്കെ നശിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒന്നതാണ് മദ്യപാനം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം. പുരുഷന്മാർക്ക് സ്ത്രീകൾ, സ്ത്രീകൾക്ക് പുരുഷന്മാർ. ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ വളരെയധികം ആകർഷണം ഉണ്ടാകും. അത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ആകർഷണമുണ്ടാകും. എല്ലാവർക്കും ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും സ്ത്രീ പുരുഷ ആകർഷണം ഉണ്ടാകും. പക്ഷെ അസുരന്മാർക്ക് അതൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. അവരതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അവർ കുടുംബ ബന്ധങ്ങളെ മറക്കും. അവർ അതിനു വേണ്ടി ചിലപ്പോൾ മറ്റുള്ളവരെ കൊല്ലാൻ പോലും പഠിക്കുന്നില്ല, അല്ലെ? സ്വന്തം മക്കളെ വിഷം കൊടുത്തു വന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അസുരികമായിട്ടുള്ള സ്വഭാവമാണ് അശുചിവ്രതം. അശുചിവ്രതം എന്നുള്ളത്. സ്ത്രീകൾ, ചൂതുകളി, ചൂതാട്ടം. എളുപ്പത്തിൽ എങ്ങനെ പണം നേടാം? ചൂതാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെ പണം നേടാം? പല പല മാർഗങ്ങളുണ്ട്. എളുപ്പത്തിൽ പണം കൈക്കലാക്കാൻ ഉള്ള പരിപാടികൾ നോക്കും. അതാണ് ചൂതാട്ടം, ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ധാർമ്മിക മാർഗത്തിലൂടെ അല്ലാതെയുള്ള ധനസമ്പാദനം ഒക്കെ ചൂതാട്ടമാണ്. എളുപ്പത്തിൽ ധാർമ്മികമല്ലാത്ത മാർഗത്തിലൂടെ എങ്ങനെ സമ്പാദിക്കാം, അതാണ് അവർ ചിന്തിക്കുന്നത്. മാംസഭോജനം, മറ്റു ജീവികളെ കൊന്നു തിന്നാം. മറ്റു ജീവികളെ എങ്ങനെ പല രീതിയിൽ കൊന്ന് നമ്മുടെ നാക്കിന് ഭക്ഷണമാക്കി കൊടുക്കാം. ഈ 4 കാര്യത്തിലാണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത്. അതാണ് അവരെ ആകർഷിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അതാണ് വൃത്തിയും കെട്ട് നടക്കുന്നു എന്ന് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അശുചിവ്രതം, അശുചിവ്രതരായിട്ട് നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണ്? കാമമാശ്രിത്യ. കാമമാണ്, മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് അതിന്റെ അടിസ്ഥാനം. ദുഷ്പൂരം, അതൊരിക്കലും
ഇല്ലാതാകുന്നില്ല. ജീവിത അവസാനം വരെ അതുണ്ടാവും. ഒരിക്കലും അത് ഇല്ലാതാവുന്നില്ല. ദുഷ്പൂരം ദമ്പമാനമതാനിതം. കാമത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദമ്പവും മാനവും മതവും. ദമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മേന്മയുള്ളതാണ്. അപ്പൊ എന്റെ മേന്മയിൽ അഭിമാനിക്കുന്നതിനാണ് ദമ്പം എന്ന് പറയുന്നത്. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, അല്ല ഞാനുള്ളത് കൊണ്ടാണ് അത് ശരിയായത്, അല്ല ഞാൻ ചെയ്തത് വളരെ കേമമാണ് എന്ന് അവര് സ്വയം പുകഴ്ത്തുന്നതും കേൾക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ സ്വയം പുകഴ്ത്തുന്ന ആളുകൾ മരിച്ച ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷെ അവര് സ്വയം പുകഴ്ത്തും, ഞാൻ ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവരുടെ ആ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഞാനായിരിക്കുന്നു. അതാണ് ദമ്പം. മാനം എന്ന് പറയുന്നത് എല്ലാവരും എന്നെ മാനിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ ഒരു ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ബഹുമാന അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, സമൂഹത്തിലെല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. അല്ലെ, നാട്ടിൽ പ്രമാണിയായി കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുന്നില്ല ഭീമൻ പറയുന്നത് ഹനുമാൻ. അപ്പം അത് അഭിമാനമാണ്, മാനം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എന്നെ നമസ്കരിക്കണം. അല്ലെ, ഇങ്ങനെ ഈ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ള ചിന്ത കൂടിയിട്ടാണ് ചില ആസുരിക സ്വഭാവങ്ങള് ഞാൻ ഈശ്വരനാണെന്ന് പറയും, ഞാൻ തന്നെയാണ് ഭഗവാൻ, അതുകൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ ഈശ്വരന്റെ അവതാരമാണ്, ഞാൻ ഈശ്വരന്റെ അവതാരമാണ്. ആൾദൈവങ്ങളായിട്ട് മാറും ചില ആളുകൾ. ചില സിദ്ധിയുള്ള അസുരന്മാരൊക്കെ ജനങ്ങളെ പറ്റിച്ച് ആൾദൈവങ്ങളായിട്ട് മാറും. നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് എന്നെ സ്തുതിക്കേണ്ടത് അതൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. അതാണ് ഇവിടെ ശൈലപ്രഭാതത്തിൽ പറയുന്നത്, സ്വയം കീർത്തനങ്ങൾ ഉണ്ടാക്കി വാഴ്ത്തുന്നു. എന്നെ കീർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ പൂജിക്കാം, നേരിട്ട് ഈശ്വരനെ പൂജിക്കുന്നത് പോലെ എന്നെ പൂജിക്കാം. അതിന് കീർത്തനങ്ങൾ സ്വയം ഉണ്ടാക്കിക്കൊള്ളും. വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ അനുസരിച്ച് ഇദ്ദേഹം ദൈവമാണ്, അദ്ദേഹത്തിന് എന്തോ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആരാധിക്കാനുള്ളത്. ഒരു അസുരനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പം അതാണ് മാനം എന്ന് പറയുന്നത്. മാനം. മതം എന്ന് പറയുന്നത് സ്വന്തം ഐശ്വര്യത്തിലുള്ള അഹങ്കാരം, ഐശ്വര്യത്തിലുള്ള അഹങ്കാരത്തിനാണ് മതം എന്ന് പറയുന്നത്. അതിന്റെ അടുത്തായിട്ട് കോപവും ഉണ്ടാവും. കാമമാശ്രിത ദുഷ്പൂരം ദമ്പമാനം അതാനം. കാമം ഉണ്ടായി കഴിഞ്ഞാൽ സൈഡായിട്ട് ഇതൊക്കെ ഉണ്ടാവും, വൈബ്രോബൈറ്റ്സ് ആയിട്ട് ദമ്പം, മാനം, മതം ഇതൊക്കെ ഉണ്ടാവും. മോഹാത് ഗൃഹീത്വാത് അസദ്ഗ്രാഹാൻ പ്രവർത്തന്റെ അശുചികൃത. മോഹാത് ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. ശരീരബോധത്തിൽ നിന്നുണ്ടാകുന്ന അജ്ഞാനത്തിൽ നിന്നാണ് ഈ അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകനാണ് എന്നുള്ളതാണ് ജ്ഞാനം. ഞാൻ ശരീരമാണ് എന്നുള്ളതാണ് മോഹം അല്ലെങ്കിൽ അജ്ഞാനം. മോഹാത് ഗൃഹീത്വാത് അസദ്ഗ്രാഹം. ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവരെന്തിനെയാണ് ആശ്രയിക്കുന്നത്? ശരീരത്തിലെ നിലനിർത്തണം. ഞാൻ ശരീരമാണ്, അതുകൊണ്ട് എന്ത് വേണം? ശരീരത്തിനെ നിലനിർത്താൻ. ശരീരത്തിനെ നിലനിർത്താൻ എന്ത് ചെയ്യും? ഗൃഹീത്വാത് അസദ്ഗ്രാഹാൻ. അവര് പിടിക്കുന്നു, അവർ ആശ്രയിക്കുന്നു. എന്തിനാണ് ആശ്രയിക്കുന്നത്? അസദ്ഗ്രാഹ, അസത്തിനെയാണ് ആശ്രയിക്കുന്നത്. അതായത് നിലനിൽപ്പില്ലാത്തതിനെയാണ് ആശ്രയിക്കുന്നത്. എന്താണ് നിലനിൽപ്പില്ലാത്തത്? ധനം, അല്ലെ? വിത്തം, ക്ഷേത്രം, അതേപോലെ ബന്ധുക്കൾ. എന്നെ ഈ സമൂഹം നിലനിർത്തും. സമൂഹത്തിൽ അതുകൊണ്ട് എനിക്ക് പിടിപാടുണ്ടായിരിക്കണം. സമൂഹത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം. സമൂഹത്തിൽ നമ്മൾക്കൊരു ഇൻഫ്ലുവൻസ് വേണം. സമൂഹത്തിൽ നമ്മൾക്കൊരു പേരും പ്രശസ്തിയൊക്കെ, ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ ബന്ധുക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. കുറച്ച് സ്ഥലമൊക്കെ വേണം, സ്ഥലം വേണം. അതേപോലെ വിത്തം വേണം, പണം വേണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സേഫായിട്ട്, സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കും. അതാണ് മോഹാത് ഗൃഹീത്വാത് അസദ്ഗ്രാഹം.
അസത്തിനെയാണ് അവര് ആശ്രയിക്കുന്നത്. നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിനെയാണ് അവർ ആശ്രയിക്കുന്നത്. അതൊക്കെ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ അതിന് സാധിക്കുന്നില്ല. നമ്മളെ ജനന മരണം ചക്രത്തിൽ നിന്ന് പുറത്തു കടത്താൻ അതിനൊന്നും സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിനൊന്നും നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവർ ഇതിനെ ആശ്രയിക്കുന്നത്? ഭഗവാനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ അസത്ഗ്രാമം. ഭഗവാനാണ് സത്ത്, നിലനിൽപ്പുള്ളത് ഭഗവാനാണ്. അവർക്ക് ഭഗവാനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആശ്രയിക്കുന്നത്. കുടുംബങ്ങൾ, ബന്ധുക്കൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, സമൂഹം, ഗവൺമെന്റ്, രാജ്യം, പണം, ഇതൊക്കെ നമ്മളെ സംരക്ഷിച്ചോളും എന്ന് വിചാരിക്കും. അത് മോഹമാണ്, ഇല്യൂഷനാണ്. ഒരിക്കലും അവർ നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നില്ല. ഭഗവാൻ മാത്രമേ നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മോഹാത് ഗൃഹീത്വാത് അസദ്ഗ്രാഹാൻ പ്രവർത്തന്റെ അശുചിപ്രദം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവര് അശുചിപ്രദമാണ്, അശുചിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ വൃത്തിയും കെട്ട് ദുർഘരായ എപ്പോഴും അർത്ഥത്തെ കുറിച്ച് എത്ര നശിക്കും. ഇത്രയും പണമുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ പോകും. പക്ഷെ അവർ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് എന്താണ് എന്ന് അടുത്ത 2 ശ്ലോകത്തിൽ പറയും. അവർക്ക് എത്ര പണമുണ്ടെങ്കിലും, അവർക്ക് സമൂഹത്തിൽ എത്ര പേരും പ്രശസ്തി ഉണ്ടെങ്കിലും, സ്ഥാനമുണ്ടെങ്കിലും, അല്ലെങ്കിൽ ശക്തി ഉണ്ടെങ്കിലും, പവർ ഉണ്ടെങ്കിലും, പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിലും, അവരുടെ മനസ്സിൽ അവരെന്താണ് അനുഭവിക്കുന്നത്? അവരൊരിക്കലും സമാധാനം അനുഭവിക്കുന്നില്ല. അവർക്കൊരിക്കലും സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ എന്താണ് ഓടുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ 2 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ചിന്താം അപരിമേയാം ചപ്രളയാന്താം വാസ്ലിതാം കാമോപഭോഗപരം ഏതാവധി നിശ്ചിത ആശാപാശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയം. അവർക്ക് ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും സമാധാനം ലഭിക്കുന്നുണ്ടോ, സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുന്നില്ല. കാമക്രോധപരായണ, മനസ്സിൽ വീണ്ടും വീണ്ടും കാമമാണ്. ആശാപാശതൈർബദ്ധ, ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്. അതിന്റെ പരമായിട്ട് ക്രോധവും അതാണ് ഉണ്ടാകുന്നത്. നമ്മൾക്ക് വിവർത്തന ഭാവാർത്ഥം വായിക്കാം. 11-12 ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ? നളിനി മതി വായിച്ചോ. ഇന്ദ്രിയ സമർപ്പണമാണ് മാനസിക സംസ്കാരത്തിന്റെ പ്രധാനം ആവശ്യമെന്നവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലകെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അതീതരായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. ഭാവാർത്ഥം: ഇന്ദ്രിയ സുഖാനുഭോഗമാണ് ജീവിതോദ്ദേശമെന്ന് കരുതുന്നവരാണ് അസുര സ്വഭാവികൾ. മരണം വരെ ഈ വിശ്വാസം പുലർത്തുകയും ചെയ്യും. മരണാനന്തര ജീവിതത്തിലോ ഇഹലോകത്തിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭുജിക്കുവാൻ മനുഷ്യർ വേറെ ശരീരമെടുത്ത് വീണ്ടും ജനിക്കുന്നതിലോ അവർക്ക് വിശ്വാസമില്ല. ജീവിതത്തിനായുള്ള അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിനവസാനമില്ല. ഇത്തരം ആസുരിക മനസ്ഥിതിയിലുള്ള ഒരാൾ മരണമെടുത്ത ഘട്ടത്തിലും തന്റെ പ്രവൃത്തി പരിപാടികൾ മുഴുമിപ്പിക്കാൻ വേണ്ടി 4 കൊല്ലത്തേക്ക് കൂടി തന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭിഷഗ്വരനും ജീവിതത്തെ നിമിഷ നേരത്തേക്ക് പോലും നീട്ടിക്കൊടുക്കാൻ കഴിവില്ലെന്ന് മൂഢന്മാർക്ക് അറിഞ്ഞുകൂടാ. മൃത്യുമുഹൂർത്തം എടുത്താൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് പ്രസക്തിയില്ല. അനുഭവിക്കാൻ വിധിച്ചതിലേറെ ഒരൊറ്റ നിമിഷം പോലും പ്രകൃതി നിയമം നമുക്ക് അനുവദിച്ച് തരാറില്ല. അസുര സ്വഭാവി ഈശ്വരനിലോ തന്നിൽ തന്നെയുള്ള പരമാത്മാവിലോ വിശ്വസിക്കാത്തത് കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം എല്ലാ പാപകർമ്മങ്ങളും ചെയ്യുന്നു. തന്റെ ഹൃദയത്തിൽ തന്നെ ഒരു സാക്ഷി കുടികൊള്ളുന്നുവെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. വ്യക്തിഗത ജീവാത്മാവിന്റെ സകല കർമ്മങ്ങൾക്കും പരമാത്മ സാക്ഷിയാണ്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, 2 പക്ഷികൾ ഒരേ വൃക്ഷത്തിന്മേലുണ്ട്. ഒന്ന് ശാഖതോറും പറന്ന് കയ്പും മധുരമുള്ള ഫലങ്ങൾ ഭുജിക്കുകയാണ്, മറ്റേതാകട്ടെ സാക്ഷിയായി നിലകൊള്ളുന്നു. അസുര സ്വഭാവത്തിലേക്ക് വേദജ്ഞാനമില്ല, അതിൽ വിശ്വാസവുമില്ല.
തന്മൂലം അയാൾ ഭവിഷ്യത്തുക്കളെ ഓർക്കാതെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരുപാട് പദ്ധതികൾ അവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ചിന്താം അപരിമേയം. എപ്പോഴും അവര് ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ അടുത്ത അച്ചീവ്മെന്റ് ഉണ്ടാക്കാം, എങ്ങനെ അത് നേടാം, ഇത് നേടാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാനുകൾ. ഒരിക്കലും ഈ പ്ലാനുകൾ അവസാനിക്കുന്നില്ല. എത്ര കാലം വരെ ഈ പ്ലാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചിന്താം അപരിമേയം. അപരിമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ധാരാളം എന്ന് പറയുന്നത്, അളവില്ലാത്ത, അതിനൊരു അവസാനമില്ല. ഇത്ര കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയായി എന്ന് അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്തതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ചിന്താം അപരിമേയം. പ്രളയാന്താം ഉപാശ്രിതാം. എത്ര കാലത്തേക്കുണ്ടാവും ഈ ആഗ്രഹങ്ങൾ? എത്ര കാലത്തേക്കുണ്ടാവും ആഗ്രഹങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ആഗ്രഹം. മരിക്കുമ്പോഴും ആഗ്രഹങ്ങളുണ്ടാവും. മരിക്കുമ്പോഴും ആഗ്രഹം തീരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മരിക്കേണ്ട, എനിക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. എന്റെ മക്കളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. പ്രളയാന്താം ഉപാസം. പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. മരിക്കുന്നതിന് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് മരണസമയത്ത് അവർ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കും. മരിക്കുന്നത് വലിയ മരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാമോപഭോഗ പരമോ ഏതാവധി നിശ്ചിത. മരിക്കുന്ന സമയത്ത് പോലും ഒരു വ്യക്തിയുടെ കാമം, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും പ്രായമായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇനി ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഭഗവാനെ ഭജിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് വീണ്ടും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ ഭഗവാനെ ഭജിക്കാൻ അവർക്കും സമയമുണ്ടാകും. പ്രായമായി കഴിഞ്ഞാലും സമയമുണ്ടാവില്ല. സമയമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നവർ വിചാരിക്കും. കാമോപഭോഗ പരമോ ഏതാവധി നിശ്ചിത. ആശാപാശസതേർബദ്ധ. അവർ കുടുങ്ങിപ്പോയതാണ്. എവിടെയാണ് കുടുങ്ങിപ്പോയത്? ആശാപാശസതേർബദ്ധ. ഒരുപാട് ആഗ്രഹങ്ങളുടെ വലക്കെട്ടിൽ കുടുങ്ങിപ്പോയതാണ്. ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മനസ്സിലാണ് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മനസ്സാണ് അവർക്ക് ഇങ്ങനെ വട്ടം കറക്കുന്നത്. അത് നേടണം, ഇത് നേടണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവും. അവരതിനു വേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങും. ആശാപാശസതേർബദ്ധ. എത്ര ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശതേർ, 100 കണക്കിന്. ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നാണ് അല്ലെ. ജ്ഞാനപ്പാനയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആശാപാശം എന്നുള്ളൊരു വാക്ക് ജ്ഞാനപ്പാനയിൽ. അതേപോലെ തന്നെ പൂന്താനം ഉപയോഗിച്ചിട്ടുണ്ട്. ആശയായുള്ള പാശമതി എന്നും വേറിടാതെ കരയേറുന്ന. ആശയാകുന്ന പാശം, പാശം എന്ന് പറഞ്ഞാൽ കയറാണ്. ആ ആശയാകുന്ന കയറിനെ ഒരിക്കലും വിടുന്നില്ല എന്നാണ്. നമ്മളെ വിടാനായിട്ടാണ്. നമ്മളെ വിട്ടാലേ അത് പോകുള്ളൂ. നമ്മൾ അതിനെ പിടിച്ച് വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വിട്ടുകളിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും 1000 പണം കയ്യിലുണ്ടെങ്കിൽ ആയുധമെങ്കിൽ ആശ്ചര്യമെന്നും ആശയാകുന്ന പാശമതിയെന്നും വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. പൂന്താനം വളരെ സിമ്പിളായിട്ട് പറയും. അപ്പം പൂന്താനം ഈ ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ആശാപാശസതേർബദ്ധ കാമക്രോധപരായ. ഇങ്ങനെ ഇത്രയും പ്ലാനുകളൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും അവർക്ക് എന്താണ് അവസാനം ലഭിക്കുന്നത്? കാമക്രോധപരായ. അവരുടെ മനസ്സിനുള്ളിൽ എപ്പോഴും എന്താണ്? സമാധാനമില്ല. കാമം ക്രോധമാണ്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാനുണ്ട്. അത് കാമം. ക്രോധം. ഇത്രയും കാര്യങ്ങൾ നടന്നില്ല, അയാൾ എന്നെ തടസ്സപ്പെടുത്തി, അയാൾ എന്റെ ശത്രുവാണ്, അയാളെ ഇല്ലാതാക്കണം, അങ്ങനെ ക്രോധമുണ്ടാകും. ഇതാണ്
ഇത്രയും പ്ലാനുകളൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും ഇത്രയും കഠിനാധാനം ചെയ്തിട്ടും അവരുടെ മനസ്സിനകത്തുള്ളത് ഇതാണ്, കാമവും ക്രോധം. സമാധാനം ലഭിക്കുന്നില്ല. ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയ. ഇനിയുമുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഇനിയും ധനം സമ്പാദിക്കണം. ഇനിയും ധനം സമ്പാദിക്കണമെങ്കിൽ, പെട്ടെന്ന് കൂടുതൽ ധനം സമ്പാദിക്കണമെങ്കിൽ നമ്മൾ നല്ല നേരായ വഴിയിൽ പോയിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. അല്ലെ, മനസ്സും പറയും, നമ്മുടെ കൂടെയുള്ള ആളുകൾ ഉപദേശിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ധനം സമ്പാദിക്കുന്നത്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്യായേനാർത്ഥ സഞ്ചയം, അന്യായമായിട്ടെങ്കിലും അധാർമിക മാർഗത്തിലൂടെയും ധനം സമ്പാദിക്കും. അതിന് അവരുടെ എക്സ്ക്യൂസും കണ്ടെത്തും, അതിന് ഒഴിവ് കഴിവും അവർക്കുണ്ടാക്കും. അന്യായേന അർത്ഥ സഞ്ചയം, അന്യായമായിട്ടും അർത്ഥം സഞ്ചയിച്ചു കൂട്ടും എന്ന് പറയും. അല്ലെ, ഇവിടെ ജ്ഞാനപ്പാറയിൽ പറയുന്നുണ്ട്, അർത്ഥാശയ്ക്ക് വിരുദ്ധ വിളിപ്പിക്കാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നില്ല ചിലർ. അത്രയുമല്ല, കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നത് അർത്ഥം ശിവ ശിവ. അർത്ഥം നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അന്യായമായിട്ട് യജ്ഞങ്ങളൊക്കെ നടത്തും. വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത യജ്ഞങ്ങളൊക്കെ നടത്തി ആളുകളിൽ നിന്നും കാശ് വാങ്ങും. അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിൽ പല പല തട്ടിപ്പുകൾ നടത്തും. ചരട് ഊതി കെട്ടിക്കൊടുക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അന്യായേന അർത്ഥസഞ്ചയം, ജനങ്ങളെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏത് മണി പ്ലാനാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാണ് ആളുകളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എന്റെ പോക്കറ്റിലേക്ക് വരുത്തേണ്ടത്? ഇതാണ് ആസുരികമായിട്ടുള്ള വ്യക്തിയുടെ ചിന്താഗതി. ഇങ്ങനെ എല്ലാവരും ആസുരിക ചിന്താഗതിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും മറ്റുള്ളവരെ വഞ്ചിക്കാൻ തുടങ്ങി. പരസ്പരം വഞ്ചിക്കുന്ന ഒരു സമൂഹമായിട്ട് മുഴുവൻ മാറും. കലിയുഗത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആസുരികമായിട്ടുള്ള സ്വഭാവം വർദ്ധിച്ചു കഴിഞ്ഞാലുള്ള അതിന്റെ ഫലം എന്ന് പറയുന്നത്. ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയം, അന്യായമായിട്ടും അവര് പണം സമ്പാദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പണമാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് പോലും ബന്ധം വിലയുണ്ടാകും. പണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെ പല പല പ്ലാനുകളായിട്ടാണ് അവർ ജീവിതാവസാനം വരെ, മരിക്കുന്നത് വരെയുള്ള സമയം അവര് പ്ലാനുകളായിട്ടും പ്രവൃത്തികളായിട്ടും അവരുടെ സമയം അങ്ങനെ ചെലവാക്കും. എന്നിട്ടും അവർക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആഗ്രഹം പൂർത്തീകരിച്ചോ, നിങ്ങൾക്ക് തൃപ്തിയാണോ, ജീവിതത്തിൽ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് ഒരിക്കലും തൃപ്തിയില്ല, എന്നെ അവർ പറ്റിച്ചു, ഇവർ പറ്റിച്ചു എന്ന് പറയും. അല്ല, അവൻ കാരണം എനിക്ക് സന്തോഷം കിട്ടിയില്ല, ഇവൻ കാരണം എനിക്ക് യാതൊരു സന്തോഷവും കിട്ടിയില്ല, അവൻ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടാകും. മറ്റുള്ളവരാണ് എന്റെ സന്തോഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ കാരണം ആ ഒരു ചിന്താഗതി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അവരുടെ ഈ ഒരു സൈക്കോളജി, എന്താണ് ഒരു അസുരന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് അടുത്ത ശ്ലോകത്തിൽ, അടുത്ത 3 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 13, 14, 15 സമയമുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി വായിക്കാം. ഇതമധ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി അഭിമേ ഭവിഷ്യത്തി പുനർധനം അസോമയാ ഹതശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹം അഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാനസ്മി കോന്യോസ്തി സദൃശോമയാ മയാ യക്ഷേദാസ്യാമി മോദിജ്ഞാന വിമോഹിത. ആസുരികമായിട്ടുള്ള ചിന്താഗതിയുള്ള വ്യക്തി ചിന്തിക്കുന്നതാണ്. എങ്ങനെയാണ് ആസുരികമായിട്ടുള്ള വ്യക്തി ചിന്തിക്കുന്നത്? ഭഗവാൻ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. കാരണം ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു. ഒരു അസുരന്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കണം. സർവസ്യ ചാഹം പ്രതി സന്നിവേശം. അപ്പോൾ അസുരൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. നമ്മൾക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല.
പക്ഷെ ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവന്റെ ചിന്ത. ഇതൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനൻ പറഞ്ഞു കൊടുത്തു. നമ്മൾക്കത് വായിച്ചു നോക്കാം. വിവർത്തനം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിവരാമൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതമദ്യമയാ ലബ്ധമിമം പ്രാപ്സ്യേ മനോരഥം. ഇതം അസ്തിദമഭി മേ ഭവിഷ്യതി വിവർദ്ധനം. അസോ മയാ ഹത ശത്വം അനിഷ്യേ ച അപരാനഭി. ഈശ്വരോഹം അഹമഹം ഭോഗി സിദ്ധോ അഹം ബലവാൻ സുഖി. ആഢ്യോപി ജനവാനസ്മിൻ ഗോ അന്യേ അസ്തി സദൃശോ. മയാ യക്ഷേ ദാസ്യാമി മോദിഷേ ഇതി അജ്ഞാന വിമോഹിതാഹ. അസുര സ്വഭാവി ഇങ്ങനെ വിചാരിക്കും, ഇതെനിക്ക് ഇത്രയേറെ ധനമുണ്ട്, ഇന്നെനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കണം. ഇത്രയേറെ ധനം എനിക്കിപ്പോഴുണ്ട്, അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും. അയാൾ എന്റെ ശത്രുവാണ്, ഞാൻ അയാളെ കൊന്നു, ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും. ഞാൻ എല്ലാറ്റിനും ഉടമയാണ്, ഞാൻ സുഖിയാണ്, എല്ലാ തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. കുലീനരായ ബന്ധുക്കൾ ഉണ്ട് എനിക്ക്, എന്നോളം ശക്തിമാനും സന്തോഷവാനുമായി ആരുണ്ട്? ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാവുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, ഒരു ആസുരിക വ്യക്തിയുടെ അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ള പ്ലാനുകൾ പറയുന്നു. ആ വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഇതമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം. ഇത്രയും ധനം ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ആസുരിക സ്വഭാവം എപ്പോഴും ചിന്തിക്കുന്നത് ബാങ്ക് ബാലൻസിനെ കുറിച്ചാണ്. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇപ്പൊ ഇത്രയും പണം എന്റെ കയ്യിലുണ്ട്. ഇത് അതുകൊണ്ട് അദ്ദേഹം തൃപ്തനാണോ? തൃപ്തനല്ല. അതെങ്ങനെ ഇരട്ടിപ്പിക്കാം, എങ്ങനെ ഈ പണം ഇരട്ടിപ്പിക്കാം? ഭവിഷ്യതി പുനർധനം. ഈ പണത്തിനെ ഞാൻ എങ്ങനെ ഇരട്ടിപ്പിക്കുമെന്നാണ് ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതമസ്തീതഭിമേ ഭവിഷ്യതി പുനർധനം. ഇപ്പോൾ എനിക്ക് എത്രയുണ്ട്, ഈ പണം വെച്ച് ഞാൻ എന്ത് ചെയ്യും? അതിനെ എങ്ങനെയെങ്കിലും ഇരട്ടിപ്പിക്കും. അതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതമധ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം. ഈ പണം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, എന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും, എന്റെ ഇപ്പോഴുള്ള പണം ഞാൻ ഇരട്ടിപ്പിക്കുകയും ചെയ്യും. അസോ മയാ ഹത ശത്രു ഹനിഷ്യേ ശാപനാരണി. എന്നാൽ ചില ആളുകള് എനിക്ക് തടസ്സമായിട്ടുണ്ട്. ചില ആളുകൾക്ക് എന്നോട് വലിയ അസൂയുണ്ട്, എന്റെ വളർച്ചയിൽ അവർക്ക് ദേഷ്യമുണ്ട്, അവർ എന്നെ തടയുന്ന ആളുകളാണ്, എന്റെ ആഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന ആളുകളാണ്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവൻ എന്റെ ശത്രുവാണ്, അവനെ ഞാൻ ഇല്ലാതാക്കും, അവനെ ഞാൻ ഒതുക്കും, അവനെ ഞാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കും. അനിശ്ചയില്ല, ഞാൻ അവനെ കൊല്ലും. ഞാൻ നേരത്തെ കൊന്നിട്ടുണ്ട്, ഞാൻ ഇതേപോലെ എത്രയോ ആളുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അസോ മയാഹത ശത്രു. ആരെങ്കിലും എനിക്ക് തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ആരാണ്? എന്റെ ശത്രുവാണ്. അത് കുടുംബമാണെങ്കിലും ബന്ധമാണെങ്കിലും ആരാണെങ്കിലും എന്റെ ശത്രുവാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എന്റെ ശത്രു തന്നെയാണ്. അതുകൊണ്ട് ആ ശത്രുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഞാൻ നേരത്തെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതിനുള്ള വഴി എനിക്കറിയാം. അസോ മയാ ഹത ശത്രു. എന്റെ ശത്രുക്കളൊക്കെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അനിശ്ചയിച്ചാപരാനമി. ഇനി ആരെങ്കിലും അങ്ങനെ ശത്രുക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ, എനിക്ക് ആരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാൽ, ഞാൻ തീർച്ചയായിട്ടും അതേ വഴി തന്നെ ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ അവരെ ഇല്ലാതാക്കും. കാരണം എന്റെ ആഗ്രഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്, എന്റെ ആഗ്രഹമാണ് വലുത്.
ഈശ്വരോഹം അഹം ഭോഗി. ആരാണ് ഈശ്വരൻ? ഞാൻ തന്നെയാണ് ഈശ്വരൻ. നിങ്ങൾ വേറെ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഇനി നിങ്ങൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രാർത്ഥിക്കാം. ഞാൻ ഈശ്വരന്റെ അവതാരമാണ് എന്ന് അവർ പറയും. അല്ല, ഞാൻ ഗുരുവാണ്, അല്ലെങ്കിൽ ഞാൻ ഈശ്വരനാണ് എന്ന് പറയും. ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റും. ഞാൻ മതപുരോഹിതനാണ് എന്ന് പറഞ്ഞിട്ട് ഈശ്വരോഹം, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അഹം ഭോഗി, ഞാനാണ് ഏറ്റവും സുഖിയനായിട്ടുള്ള വ്യക്തി. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അഹം ഭോഗി സിദ്ധോഹം, എനിക്കെല്ലാം അറിയാം. എനിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ പ്ലാനുകളൊക്കെ എന്താണ്? വളരെ പെർഫെക്റ്റ് ആണ്. സിദ്ധോഹം, വളരെ പെർഫെക്റ്റ് ആണ് എന്റെ കാര്യങ്ങൾ. എനിക്ക് തെറ്റ് പറ്റുന്നില്ല. എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പോകും. സിദ്ധോഹം ബലവാൻ സുഖി. ആഢ്യോ അഭിജനവാനസ്മി, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ ആഢ്യനായിട്ടുള്ള വ്യക്തിയാണ്. ആഢ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാധാരണ വ്യക്തികളെക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്, ഒരു പ്രമാണിയാണ്. സമൂഹത്തിൽ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആഢ്യവും അഭിജനവാനസ്മി. എന്റെ ഫ്രണ്ട്സ് ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫ്രണ്ട്സ് അല്ല. എനിക്ക് സമൂഹത്തിൽ വലിയ വലിയ വ്യക്തികളുമായിട്ട് മാത്രമാണ് ബന്ധമുള്ളത്. മന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ രാഷ്ട്രീയക്കാരുമായിട്ടുമാണ് എനിക്ക് ബന്ധമുള്ളത്. അഭിജനവാനസ്മി, സാധാരണ ആളുകളായിട്ടൊന്നും എനിക്ക് കണക്ഷൻ ഇല്ല. ആഢ്യോ അഭിജനവാനസ്മി. കോന്യസ്തി സദൃശോമയ, എന്നെ പോലെ ഈ നാട്ടിൽ ആരാണുള്ളത്? ഇത്രയും പണമുള്ള വ്യക്തിയായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിട്ടും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടും ആരാണുള്ളത്? ആരുമില്ല. അത് ഞാൻ തന്നെയാണ്. ആഢ്യോ അഭിജനവാനസ്മി. കോന്യോസ്തി സദൃശോമയ, എന്നെ പോലെ ആരും ഇവിടെ ഇല്ല, ഈ നാട്ടിലില്ല എന്നത്. മയാ യക്ഷേദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിത. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദാനം ചെയ്യും, അല്ലെങ്കിൽ യജ്ഞങ്ങളൊക്കെ ചെയ്യും. യജ്ഞങ്ങളൊക്കെ ചെയ്ത് എന്റെ ദോഷങ്ങളൊക്കെ പരിഹരിക്കും. വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലും വഴിപാട് ചെയ്യും, അല്ലെങ്കിൽ യജ്ഞമൊക്കെ ചെയ്ത് ഞാൻ എന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ആസുരിക സ്വഭാവത്തിലുള്ള ആളുകളും യജ്ഞം ചെയ്യുന്നുണ്ട്. യജ്ഞം ചെയ്തതുകൊണ്ട് മാത്രം ദൈവിക സ്വഭാവമാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കും. ഇതാണ് ആസുരിക സ്വഭാവത്തിലുള്ള വ്യക്തിയുടെ സൈക്കോളജി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ പറയുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ സാധാരണമാണല്ലോ, ഇത് സാധാരണ ചിന്താഗതിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. ഇന്നത്തെ കാലത്ത് സാധാരണമാണ്, പക്ഷെ അതെല്ലാം ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. അത് കൂടുതൽ നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ കുടുക്കിയിടുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ സാധിക്കാത്ത ചിന്താഗതികളാണ് ഈ ആസുരികമായിട്ടുള്ള ചിന്താഗതികളെല്ലാം. ഓക്കെ, അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം പഠിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഏതെങ്കിലും വളരെയധികം അസുഖം ഇന്നത്തെ നിലയ്ക്ക് നമ്മളൊരു സാധാരണ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചു, കുറച്ച് പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് സമ്പാദിക്കുമല്ലോ, അതിനായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കാനും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് സമ്പാദിക്കണം. കൂടെ ഈശ്വര സേവയും വേണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയാം? പൈസ ഇല്ലാണ്ട് ഇപ്പൊ ഇന്നത്തെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അത് നല്ല നിലയ്ക്ക് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കണം.
കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ചിന്തകളൊക്കെ മനസ്സിലുണ്ട്. ഭാഗവതത്തിന്റെ ആയാലും ഭഗവത്ഗീതയുടെ ആയാലൊക്കെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. രണ്ടും കൂടി വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഈ വ്യക്തിയെ വിലയിരുത്തുക എന്നുള്ളതാണ്. യെസ്, പൈസ സമ്പാദിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്ത് മാത്രമാണ്? പണത്തെ കുറിച്ച് മാത്രമാണ്. പണത്തിലൂടെ എനിക്ക് എല്ലാം നേടാം എന്നുള്ള ചിന്താഗതിയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യും? കുടുംബത്തെ പുലർത്താൻ വേണ്ടി അല്ല ഇദ്ദേഹം പണം സമ്പാദിക്കുന്നത്, ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയാണ്. അല്ലെ, തന്റെ കടമ, എനിക്ക് കുടുംബാംഗങ്ങളോടൊരു കടമയുണ്ട്, അതിനുവേണ്ടി ഞാൻ പണം സമ്പാദിക്കണം എന്നല്ല ഈ വ്യക്തി ചിന്തിക്കുന്നത്. എന്റെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി എനിക്ക് ഇത്രയും പണം വേണം. അതിൽ ഒരിക്കലും നിയന്ത്രണമില്ല. നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് അത് ആസുരികമായിട്ടുള്ള ചിന്തയായിട്ട് മാറുന്നത്. അല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ ഇങ്ങനെ ചിത്രീകരിക്കില്ല, അങ്ങനെയല്ലേ ഇപ്പൊ പറയണത്? യെസ്, അല്ലാത്ത വ്യക്തി വൈദികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ സമ്പാദിക്കാം. അത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ സേവനത്തിനും അതിന്റെ ഒരു ഭാഗം ഉപയോഗിക്കാം. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസുരികമല്ല. ഭഗവാൻ പറയുന്നത് യോഗ കർമ്മസു കൗശലം. നമ്മൾക്ക് കർമ്മം ചെയ്യാം, പക്ഷെ ആ കർമ്മം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ആസുരികമായിട്ട് മാറും. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി